സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ലഹരി വ്യാപനത്തിൽ ഗവർണറുടെ ഇടപെടൽ. നിലവിലെ സാഹചര്യവും നടപടിയും വിശദീകരിക്കാൻ ഗവർണർ DGPയോട് റിപ്പോർട്ട് തേടി. ഇതിനിടെ വിദ്യാർത്ഥികളുടെ ലഹരി വ്യാപനം തടയാൻ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാൻ വൈസ് ചാൻസലർമാരുടെ അടിയന്തര യോഗവും ഗവർണർ വിളിച്ചു ചേർത്തു. സംസ്ഥാനത്ത് ലഹരി വ്യാപനവും ലഹരിയെ തുടർന്നുണ്ടാകുന്ന അക്രമവും കൊലപാതകങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഗവർണർ അടിയന്തര ഇടപെടൽ നടത്തുകയാണ്. നിലവിലെ സാഹചര്യവും നടപടിയും വിശദീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടി. സംസ്ഥാന വ്യാപകമായി ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാനാണ് നിർദ്ദേശം. മുഖ്യമന്ത്രിയുമായി DGP ചർച്ച നടത്തിയ ശേഷം ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി റിപ്പോർട്ട് ഗവർണർക്ക് കൈമാറും. ലഹരി മാഫിയക്കെതിരായ പോലീസ് നടപടിയെക്കുറിച്ച് നേരത്തെ DGP ഗവർണർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നെങ്കിലും കൂടുതൽ ശക്തമായ നടപടി വേണമെന്നും കർമ്മ പദ്ധതി തയ്യാറാക്കി അറിയിക്കാനുമാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നിർദ്ദേശിച്ചത്. വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നതിനാൽ തടയിടാനുള്ള ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാൻ വൈസ് ചാൻസലർമാരോട് ചാൻസലർ കൂടിയായ ഗവർണർ നിർദ്ദേശിച്ചു. ഇതിനായി VCമാരുടെ അടിയന്തര യോഗം ഗവർണർ രാജ്ഭവനിൽ വിളിച്ചു ചേർത്തു. ലഹരിക്കെതിരെ സാമൂഹ്യ മുന്നേറ്റം ഉണ്ടാകണമെന്നും ഇതിന്റെ നേതൃത്വം സർവകലാശാലകൾ ഏറ്റെടുക്കണമെന്നുമാണ് ഗവർണർ VCമാരോട് അറിയിച്ചിട്ടുള്ളത്. കേരളത്തിലെ ക്യാമ്പസുകളിൽ ലഹരിക്കെതിരെ ശക്തമായ പോരാട്ടമുണ്ടാകും. എല്ലാ മാസവും ക്യാമ്പസുകളിൽ ലഹരി വിരുദ്ധ ദിനം ആചരിക്കും. ക്യാമ്പസുകളിലും ഹോസ്റ്റലുകളിലും പ്രത്യേക നിരീക്ഷണമുണ്ടാകും. ഹോസ്റ്റൽ നിരീക്ഷണത്തിന് മാതാപിതാക്കളുടെ സഹായം തേടും തുടങ്ങി നിരവധി തീരുമാനങ്ങൾ ഗവർണർ വിളിച്ചു ചേർത്ത VCമാരുടെ യോഗത്തിലുണ്ടായി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.